മന്മയമാമീയുലകിൽ കാൺവതുമായ വിൺമഹിമാദന സുഖങ്ങൾ സകലതുമായ മണ്ണിൽ നമ്മൾ വിവിധമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ പൂക്കളെ പോലെ ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും മിത്രരാകെ നമ്മി പിരിഞ്ഞിനി പോകും 7 10 7 80 മാത്രം നീളുമായോ സതു നിനച്ച കഷ്ടത മാത്രം ലോകമരുഭൂവിൽ മർത്യൻ ആശ്രയം തേടി ശോകക്കൊടും വെയിലിലയോ വീഴുന്നു വാടി ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്ത ദേശം കേവലമീ പാരിടമോ വെറും പരദേശം മൺമയമാം ഈയുലകിൽ കാൺവതുമായ പിൺമഹിമാദന സുഖങ്ങൾ സകലതുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ പൂക്കളെ പോലെ. സ്വത്രം സ്വത്രം സ്വത്രം. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പൽക്കാലം ദൈവസ്നേഹിലായിരിക്കുന്ന വാത്സല്യ ദൈവമക്കൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് 2025 3-ാം മാസം 9-ാം തീയതി വിശുദ്ധ സഭായോഗമായി നമുക്ക് ഭവനാങ്കണത്തിൽ കൂടി വരുവാൻ, വീട്ടിലെ സഭായോഗം എന്ന നിലയിൽ ദിവസത്തിൽ കൂടി വരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. സ്തോത്രം. വളരെ പ്രശ്നസങ്കീർണമായ ഒരു ലോകത്ത് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഫോൺ എടുക്കുമ്പോൾ ഇപ്പോൾ ആദ്യം കേൾക്കുന്നത് സൈബർ കുറ്റവാളികളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുക. ഞാനത് പല പ്രാവശ്യം ഇങ്ങനെ കേട്ട് എൻ്റെ ചെകിട് ചെകിടിച്ചു. അവർ ഗവൺമെൻറ് പുറപ്പെടുവിക്കുന്ന ഒരു പ്രസ്താവനയാണ് ജനം ചതിക്കപ്പെടാതിരിക്കാൻ, വഞ്ചിക്കപ്പെടാതിരിക്കാൻ. സ്വർഗീയ ഗവൺമെൻറ് പുറപ്പെടുവിച്ച പ്രസ്താവനയാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വഞ്ചിക്കപ്പെടാതിരിക്കാൻ, നരകത്തിൽ പോയി വീഴാതിരിക്കാൻ, ആത്മീയമായി ശൈശവാവസ്ഥയിലായി നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ, ആത്മീക അർബുദം ബാധിക്കാതിരിക്കാൻ, ആത്മീക കുരുട് ബാധിക്കാതിരിക്കാൻ, ആത്മീക ദാരിദ്ര്യം പ്രാപിക്കാതിരിക്കാൻ, ആത്മീയ നഗ്നതയിലേക്ക് നടത്തപ്പെടാതിരിക്കാൻ സ്വർഗീയ കോടതിയുടെ തീർപ്പുകളാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാർക്കും വേണമല്ലേ? ഇതൊന്നും ആർക്കും വേണ്ട. എൻ്റെ ചപ്പും ചവറും ഒക്കെ വിളിച്ച് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ എന്നുള്ള നിലയിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം വായിക്കുകയും പഠിക്കുകയും ചെയ്യാതെ പോയാൽ നമ്മുടെ നിത്യത നഷ്ടമാകും എന്ന് മുന്നറിയിപ്പ് തരട്ടെ. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുമ്പോൾ ചിലർക്ക് നീറ് കടിക്കുന്ന പോലെ കടിക്കുക. എന്തിനാ നീറ് കടിക്കുന്നത്? അപ്പം അതിനെ വെളിപ്പാട് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിന് എഴുതി പ്രാർത്ഥിക്കുക. സ്വർഗരാജ്യത്തേക്ക് പോകാൻ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. അതിന് അപ്പോസ്തല ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തികൂത്ത് ഉപദേശം, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, രാജകീയ ന്യായപ്രമാണം, ആദിയായ നിലയിലൊക്കെ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്നു. അതൊക്കെ പഠിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദേശീയ സങ്കീർത്തനവും വായിച്ച് പാട്ടും പാടി കുറേ ഉണക്ക സാക്ഷ്യവും പറഞ്ഞ് തൃപ്തി അടഞ്ഞു പോകുന്ന ഒരു ആത്മീയ ഗോളമായി നമ്മുടെ ആത്മീയ ഗോളം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. പാട്ട് കുർബാന നടത്തി, പിന്നെ പണ്ടൊരു താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യും എന്ന പോലെ കാര്യങ്ങൾ മാറിപ്പോയി. നമ്മൾ വസ്തുനിഷ്ഠമായി ദൈവവചനം വായിക്കുകയും പഠിക്കുകയും
അതനുസരിക്കുകയും ചെയ്യുന്നവരായ ദൈവമക്കളായി തീർന്നാൽ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. സൈബർ കുറ്റവാളികളെ പോലെ ഇന്ന് ആത്മീയ ഗോളത്തെ, ജനത്തെ തെറ്റിച്ച് കളയാൻ കോടാനുകൂടി ദുരുപദേശകന്മാരെ സാത്താൻ എഴുന്നേൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ജാഗ്രതയിൽ. നക്കളെ സൂക്ഷിപ്പിൻ, ആകാത്തവരെക്കാലം സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഇതാര് സൂക്ഷിക്കുന്നില്ലയോ അവനെ പിശാച് കടപറച്ചുകളെ. ഇതൊരു മുന്നറിയിപ്പായിട്ട് ഞാൻ തരിക, സ്വർഗീയ കോടതിയുടെ മുന്നറിയിപ്പ്. അപ്പോസ്തലന്മാരുടെ മുന്നറിയിപ്പുകളും അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെല്ലാം സ്വർഗീയ കോടതിയുടെ തീർപ്പ് കൽപ്പിച്ച ഉപദേശങ്ങളാണ്. അത് അപ്പോസ്തലന്മാർ പറയുന്നത് നമ്മൾ കേട്ട് അനുസരിക്കണം, മസിൽ പിടിച്ച് നിൽക്കരുത്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി വാരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നു. ആര് പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്തൊക്കെയാ പറയണേ? പുതിയ നിയമസഭയുടെ ആദ്യത്തെ ഗ്രൂപ്പ് പ്രവൃത്തി 2:42. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂട്ടായി വാരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. കർത്താവ് വരുന്നവരെ ഒരു പുതിയ നിയമസഭയെന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാനുണ്ടെങ്കിൽ അവർ ഈ ഉപദേശം കേട്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിത്യത നഷ്ടമാകും. പിന്നെ കിടന്ന് പറഞ്ഞിട്ട് കയ്യും കാലും അടിച്ചിട്ട് കഥയില്ല. ഏശാവ് അവകാശം നഷ്ടപ്പെടുത്തിയിട്ട് കരഞ്ഞു കൂകി കരഞ്ഞു ബഹളമുണ്ടാക്കി. ഒരു ഗുണവും പിടിച്ചില്ലെന്നുള്ളതാണ് പൗലോസ് അവിടെ പഠിപ്പിക്കുന്നത്. വായിച്ചിട്ടുണ്ടോ? ഏശാവിന് അവസാനം ഒരു രക്ഷയില്ലാണ്ട് ഏശാവ് നശിച്ചു പോയെന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ന് പലർക്കും അത് വേണ്ട രീതിയിൽ അങ്ങോട്ട് മനസ്സിലാകുന്നില്ല, തലയിലോട്ട് കയറുന്നില്ല. ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ ഹാമാസിന്റെ ഗ്രൂപ്പ് ആരാണെന്നറിയാമോ? ഏശാവിന്റെ സന്തതി പരമ്പരകളാണ്. വേദപുസ്തകം വായിച്ചു പഠിക്കുന്ന പെന്തക്കോസുകാരെ, നിങ്ങളുടെ ആത്മീക കണ്ണു തുറന്ന് ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്കുക. അവകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ അവന് ശത്രുവിന്റെ നിരയിലേക്ക് മാറി. ഇസഹാക്കിന്റെ കൊച്ചുമക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ആയുധമെടുത്ത് ഇസ്രയേലിനെതിരെ പോരാടി 100-ൽ 98 തീർന്നിരിക്കുക. ഇപ്പോ മനസ്സിലായോ? ഏശാവ് അവകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അവന് ദൈവത്തിൽ നിന്നവൻ തള്ളപ്പെട്ടു പോയി. ദൈവസന്നിധിയിൽ നിന്നവൻ തള്ളപ്പെട്ടു പോയി. അതാണ് അടുത്ത പ്രധാന വിഷയം. 5 അനുഗ്രഹങ്ങളാണ് ജ്യേഷ്ഠാവകാശത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഒന്ന്, മശിഹ ആദ്യജാതന്റെ വംശാവലിയിൽ നിന്ന് വരണം. പൗരോഹിത്യം ആദ്യജാതന്, ദശാംശം ആദ്യജാതന്, പ്രഭുസ്ഥാനം ആദ്യജാതന്, വസ്തു വീതം വയ്ക്കുമ്പോൾ ഇരട്ടി പങ്ക് ആദ്യജാതൻ. ഈ അവകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ ദൈവത്തിന് തള്ളപ്പെട്ടു. അവൻ ഏശാവിന്റെ സന്തതികളായി മാറി. ഏശാവിന്റെ പിന്തുടർച്ചക്കാരായി ഇന്നുള്ള ഹാമാസൊക്കെ ഏശാവിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാ. അവര് ഇസ്രയേൽ ജനത്തിനെതിരെ നിൽക്കുന്നവരായി മാറി. അവർ ഇസ്രയേൽ ജനത്തിനെതിരെ പാർക്കുന്നവരായി തീർന്നു. ഇസ്രയേൽ ജനത്തിന്റെ ശത്രുക്കളായി മാറി. ഹല്ലേലൂയ. ആരാണ് ഏശാവ്? ദൈവാനുഗ്രഹം പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തോടെ നിൽക്കേണ്ട ഏശാവ് എന്താ പറ്റി? തള്ളപ്പെട്ടു പോയി. ഏശാവിന്റെ അനുഗ്രഹം ഭൗതികമായിരുന്നെങ്കിൽ പുതിയ നിയമസഭയുടെ അവകാശം എന്താണ്? അനുഗ്രഹം എന്താണ്? ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരവകാശം. ഏശാവ് നഷ്ടപ്പെടുത്തിയത് ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. അത് നിമിത്തം അവൻ ശാപഗ്രസ്തമായി പഴയ നിയമത്തിന്റെ അവസ്ഥ അനുസരിച്ച്. എന്നാൽ പുതിയ നിയമത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭൗതിക അനുഗ്രഹമല്ല, ആത്മീയ അനുഗ്രഹത്തിന്റെ ഒരു കലവറയാണ്. രൂപാന്തര ശരീരം, 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമിയിലെ വാഴ്ച, ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. മനസ്സിലായോ?
അത് മുഴുവൻ നഷ്ടപ്പെടുത്തി കളയാൻ ഈ അപ്പോസ്തലിക ഉപദേശം, പുതിയ നിയമ ഉപദേശം നാം തള്ളിക്കളഞ്ഞാൽ നമുക്ക് ഇടയായിത്തീരും എന്ന് നമ്മൾ മറന്നു പോകരുത്. നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ അയച്ചവനെ തള്ളുന്നു. അപ്പോസ്തലന്മാർ തള്ളിക്കളയാന്ന് പറഞ്ഞാൽ അവർ 2000 വർഷം മുമ്പ് ജീവിച്ച് മരിച്ചു പോയത് നമ്മളങ്ങനെ തള്ളിക്കളയുന്നത്. അവർ പറഞ്ഞു വെച്ച വചന വ്യവസ്ഥ നമുക്ക് വായി തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും അല്ല പറയേണ്ടത്. അവർ പറഞ്ഞു വെച്ചത് വേണം പറയാൻ. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് വന്നപ്പോൾ കൊർന്നല്യോസ് പത്രോസിനോട് പറയുന്ന ഭാഗം ഒന്ന് പറയാൻ മാർക്കെങ്കില്, നീ വന്നത് ഉപകാരം, ദൈവം നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളിതാ ഇവിടെ കൂടിയിരി. വല്ലപ്പോഴും പുസ്തകം വായിച്ച് പഠിക്കണേ, ചുമ്മാ തേരപ്പാല നടന്നുകൊണ്ട് കാര്യമായി. പുസ്തകം വായിച്ച് പഠിക്കണ സഹോദര, വായിച്ച് പഠിച്ച് കാര്യങ്ങളെ ഗ്രഹിച്ച് ഉള്ളിൽ മനസ്സിലാക്കി വെച്ചേക്കണം. തിരുവെടുത്തുകളെയും ദൈവശക്തി അറിയായികാൽ പെന്തക്കോസ്തുകാരെ പിശാച് പന്തടിക്കുന്ന പോലെ സിക്സർ അടിച്ചോണ്ടിരിക്കുകയല്ലേ. വലിയ ഒരു ഉപദേശിമാരെ സിക്സർ അടിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ പാസ്റ്റർ ജാതി വരി പറയുന്നതായിട്ട് യൂട്യൂബിൽ എടുത്തിട്ടിരിക്കുക. ജാതി വരി പറയുന്നു, പറയനും ബലയനും എന്നൊക്കെ തിരിച്ചു പറയുക. ഇന്റർനാഷണൽ പാസ്റ്ററാണെന്ന് ഓർത്തോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന മഹാനാണെന്ന് ഓർത്തോണം. എന്തു പറ്റി? അവരുടെയൊക്കെ തലമണ്ട സാത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, ഒരു സഹോദരനെയും മലിനനായി കാണരുത്, കുറഞ്ഞവനായി കാണരുത്. പത്രോസിനൊരു തുപ്പട്ടി ഇറക്കി കൊടുത്തു. എന്താ തുപ്പട്ടിയുടെ അർത്ഥം ഒന്ന് പറഞ്ഞ്? ഒരു ക്യാഷ് പ്രൈസ് തരാം. ചെറിയവനെയും വലിയവനെയും വിജാതീയനെയും യവനയന്മാരെയും യഹൂദനെയും തരംതിരിച്ച് കാണരുത്, എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന ആ തുപ്പട്ടി. ഈ ജാതി പറി പ്രസംഗിച്ച ഈ മഹാന്, പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ മഹാന്, രാജാവിനെ പോലെ അവരെ കൊണ്ടു നടക്കുന്നു. ഈ ഗുണം പിടിക്കാത്തവന് സ്തോത്രം. ഈ എന്തിനു കൊള്ളാം അവരെയൊക്കെ? സഹോദരന്മാരെ, ഒരു സഹോദരന്മാരെ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ദുരുപദേശം പറയുന്നവൻ ദുരുപദേശിയാണെന്ന് നമ്മൾ വിളിക്കുക, അത് വേറെ കാര്യം. നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരെല്ലാവരും എന്തെങ്കിലും ബലഹീനമുള്ളവരാണെങ്കിലും അവരെ നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം, സംരക്ഷിക്കണം, അവരെ പരിപാലിക്കണം. ന്യായപ്രമാണത്തിലെ ഏറ്റവും മുഖ്യ കൽപ്പന ഏതാ? ഒരു ക്യാഷ് പ്രൈസ് തരാം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നുള്ളതും നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. വചനം വായിച്ച് പഠിക്കാതെ ഒന്നും നടക്കില്ല എൻ്റെ പ്രിയമുള്ളവർ. കണ്ട ചപ്പും ചവറും മാന്തി മാന്തി തിന്നുകൊണ്ടിരുന്നാലൊന്നും ഒരു ഗുണവും പിടിക്കില്ല. ഈ ദൈവവചനം വായിച്ച് പഠിക്കുക. എൻ്റെ ജീവിതത്തിലെ സന്തോഷം എനിക്കതേ ഉള്ളൂ. വചനം വായിച്ച് പഠിക്കുക. ഇതിനെതിരെ പറയുന്നവനെ നമ്മൾ കശാപ്പ് ചെയ്യും, അത് വേറെ കാര്യം. കാരണം ഇത് പറഞ്ഞു വെച്ചേക്കുന്ന അത് അങ്ങനെ തന്നെ പറയണം. കൂട്ടാനോ കുറയ്ക്കാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല. വചനത്തെ കൂട്ടിച്ചേർക്കുന്നവർ, കുറച്ച് കളയുന്നവർ, മറിച്ച് കളയുന്നവർ, കോട്ടിക്കളയുന്നവർ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നേ. ഒരു മരമണ്ടൻ ഇരുന്നുകൊണ്ട് അവൻ്റെ സെൻട്രൽ പാസോട് പറയുകയാണ്, മരിച്ചുപോയ വിശുദ്ധന്മാരോട് ആരോടെങ്കിലും ഒരു ചാപ്പാട് കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ആരോടായിരിക്കും എന്ന ഒരു മണ്ടൻ മൂത്ത മരമണ്ടനോട് ചോദിക്കുമ്പോൾ മൂത്ത മരമണ്ടൻ പറയുന്ന മറുപടി എന്താ? പൗലൂസിനോട് ചോദിക്കും. അപ്പൊ ഈ കൊച്ചുമണ്ടൻ ചോദിക്കുന്നത് എന്താ കാര്യം? അപ്പൊ വലിയ മരമണ്ടൻ പറയുക, പൗലൂസ് എഴുതി വെച്ചത് മുഴുവൻ വിശ്വാസികളെ, ശുശ്രൂഷകന്മാരെ എന്ത് ചെയ്യുന്നു? തെറ്റിച്ച് കളയും. പൗലൂസ് ശുശ്രൂഷന്മാരെ മുഴുവൻ തെറ്റിച്ചിരിക്കുക. പൗലൂസ് മുഖാന്തരം പാസ്റ്റർമാരെല്ലാം തെറ്റിപ്പോയി. ഈ പറഞ്ഞവനും അവനെപ്പോലെ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരുമായിട്ട് നടക്കുന്നവരാണ് തെറ്റിപ്പോകുന്നത്. വിശുദ്ധമായി ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ആരും എന്ത് ചെയ്യത്തില്ല? തെറ്റിപ്പോകുന്നു. പൗലൂസ് എഴുതിയത് തങ്കലിപികൾ എഴുതി ചേർക്കണം, ജുവൽസുകളാണ്, മുത്തുകളാണ്. പൗലൂസ് തൻ്റെ അഭിപ്രായമല്ലല്ലോ എഴുതിയത്. ഈ മണ്ടക്കോ സ്വാമികൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ട് ഇവരിങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിന് 37-ാം വാക്യം എന്താ പറയുന്നത്? നീ പ്രവാചകനായിരിക്കാം, ആത്മീയനായിരിക്കാം. ഞാൻ എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പന. എടാ മണ്ടക്കോ സ്വാമി, ആ വാക്യമെങ്കിലും ഒന്ന് വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ ഈ പോഷത്തെ നീ വിളിച്ചു പറയത്തില്ല. പൗലൂസ് എഴുതുന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണത്. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യമായ അപ്പോസ്തലന്മാർ എഴുതുന്ന മുഴുവൻ ദൈവത്തിൻ്റെ
കൽപ്പനകളാണ്. അത് വായിക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും വേണ്ടി ദൈവസന്നിധിയിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം, തലയറിഞ്ഞ് പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. കണ്ട ചപ്പനും ചവറിനും വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഈ വചന വെളിപ്പാടുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ നമ്മളെ വായിച്ച വേദഭാഗത്തിലേക്ക് വരുന്നു. 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ പഠന വിഷയം. 2 തിമോഥെയോസ് 3-ാം അധ്യായം. 2 തിമോഥെയോസ് 3-ാം അധ്യായം അത് വളരെ ശ്രദ്ധേയമായ ഒരു പഠനമാണ്. 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, ഈ ലേഖനങ്ങൾ ഇടയലേഖനങ്ങളായിട്ട് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇടയലേഖനങ്ങൾ. ഇടയലേഖനം എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഇടയന്മാര്, ശുശ്രൂഷകന്മാര് പഠിച്ചിരിക്കേണ്ടതും അവരത് പഠിച്ച് ആ വചനവ്യവസ്ഥയനുസരിച്ച് പ്രസംഗിക്കേണ്ടതുമാകുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത് ഇടയലേഖനങ്ങളെന്ന് പോലും അറിയാത്ത ഭാഷന്മാര് കണ്ടെയ്നർ കണക്കിന് നമ്മുടെ ആത്മീയ കുളത്ത് കിടക്കുക. എന്താണ് പൗലൂസ് മരിക്കുന്നതിന് മുൻപ് തൻ്റെ അരുമ ശിഷ്യനായ തിമോഥെയോസിന് കൈമാറിയ ഉപദേശങ്ങൾ എന്താണെന്ന് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത എത്രയോ പാസ്റ്റർമാരും വിശ്വാസികളും ഇന്ന് ലോകത്തുണ്ടെന്നറിയാമോ? കാരണം അങ്ങനെ ഒരു പഠനം അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. ഇടയലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ ഇടയന്മാർക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ, അതിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. ഇടയന്മാർക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ. പൗലോസ് മരിക്കുന്നതിന് മുമ്പ് താന് തീത്തോസിനും ഫിലമോനും തിമോഥെയോസിനും പകർന്നു നൽകിയ, ഫിലമോനും ഒക്കെ പകർന്നു നൽകിയ ഉപദേശ സത്യങ്ങളാണ്. അത് ശുശ്രൂഷകന്മാർ നന്നായിട്ട് വായിച്ചു പഠിക്കണം. നന്നായിട്ട് വായിച്ചു പഠിച്ച് അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ ഗ്രഹിച്ചിരിക്കണം. ഹല്ലേലൂയ. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അന്ത്യകാലം. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഈ യുഗത്തിന്റെ അന്ത്യം എന്ന് മാത്രമേ ഉള്ളൂ. ലോകം അവസാനിക്കുന്നില്ല. സാധാരണ ചിലർ പറഞ്ഞു വരുന്നത് ലോകാവസാനം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു കേൾക്കാം. 2012, 2005, 2012, 2025, 2030, 2040, 50 ലോകം അവസാനിക്കും എന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരും മനുഷ്യരും ഒക്കെ ബുദ്ധിജീവികളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പോഷത്വമാണ്. ലോകം ഒരിക്കലും അവസാനിക്കുന്നില്ല. ലോകം ദൈവത്തിൻ്റെ കർമ്മ പദ്ധതികൾക്കനുസരിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. നാം ദൈവവ്യവസ്ഥ പാലിച്ചാൽ ആ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായി നമ്മളും ആ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ലോകമൊന്നും അവസാനിക്കുന്നില്ല. ലോകം അവസാനിക്കുമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് മണിമാളികളുടെ പുറത്ത് കയറിയിരുന്ന് തീ കൊളുത്തി ചത്ത കൊറിയയിലെ ഒരു വലിയ കൂട്ടം ജനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ പലരും, പല ദുരുപദേഷ്ടാക്കന്മാരും ഇന്ന ദിവസം ലോകം അവസാനിക്കും, ഇന്ന ദിവസം കർത്താവ് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറും തെറ്റാണ്, അതൊക്കെ വചനവിരുദ്ധമാണ്. ലോകം ഒരിക്കലും അവസാനിക്കുന്നില്ല. ലോകം അതിൻ്റെ കർമ്മ പദ്ധതികളിലൂടെ ദൈവം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. കർത്താവ് ഒന്ന് സഭയെ ചേർക്കും. 7 വർഷത്തെ മഹോദരകാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം ഈ പഴയ ആകാശം പഴയ ഭൂമിയെ ചുട്ടരിച്ച് ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ദൈവം പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർക്ക് നൽകുവാനിടയായിത്തീരും. ഈ കാണുന്ന ആക്ഷരിക ലോകം നശിച്ച് നാമാവിശേഷമാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 1007 വർഷമെങ്കിലും കഴിയണം. ഞാനത് കണക്ക് പറയാനുള്ള കാരണം, കർത്താവ് വന്ന് പുതിയ നിയമസഭയെ ചേർത്ത് 7 വർഷത്തെ മഹോദരകാലം, അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു മഹായുദ്ധത്തോടുകൂടി ഈ ലോകത്തെ പത്രോസ് എഴുതിയ വചനവസ്ഥ പ്രകാരം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുക. തീ കൊണ്ട് ഈ ഭൂമിയെ, പഴയ ഭൂമിയെ, ആദാമ്യ പാപനിമിത്തം പാപമലീനസമായ ഈ ലോകം മുഴുവൻ എന്ത് ചെയ്യും? ദൈവം നശിപ്പിച്ചു കളയും. എന്നിട്ടോ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 പത്രോസ് 3:13. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. 2 പത്രോസ് 3:13.
എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ട് കാത്തിരിക്കും. മതി. ഇതാണ് നമ്മുടെ ദൈവമക്കളുടെ അവസാനത്തെ പ്രത്യാശ എന്നുള്ളത്. നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി. അപ്പൊ ഈ പഴയ ആകാശം, പഴയ ഭൂമിയിൽ എന്ത് വസിക്കുന്നില്ല? നീതി വസിക്കുന്നില്ല. അതുകൊണ്ടാണ് പിണറായി ഗവൺമെന്റ് ഒക്കെ മനുഷ്യരെ കൊള്ളയടിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ജനത്തെ പിഴിഞ്ഞെടുക്കുന്നത്. ഈ ലോകത്തിന്റെ ഭരണകൂടങ്ങളെല്ലാം ജനത്തെ നശിപ്പിക്കുന്നതിന്റെ പ്രധാന കാരണം പാപമലീനസമായ ഈ ഭൂമിയെ ഭരിക്കുന്നത് പാപികളാൽ, പാപത്താൽ നിറയപ്പെട്ട മനുഷ്യരാണ്. റോമാലേഖനം നമ്മൾ കൊലങ്കുഷമായിട്ട് പഠിച്ചാൽ, റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായം നമ്മൾ എടുത്താട്ട് 1-ാം അധ്യായം വളരെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു വേദഭാഗമാണ്. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചത് ഏതവസ്ഥയിലാണെന്ന് അറിയണമെങ്കിൽ വായിക്കാൻ സമയമില്ല. റോമർ 1:18 മുതൽ 27 വരെടുത്ത് വായിച്ചാൽ അതിൽ നികൃഷ്ട ബുദ്ധി ഏൽപ്പിക്കപ്പെട്ടവരുടെ അനുഭവം അവിടെ കാണുന്നുണ്ട്. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠക്കാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രശംസിക്കുക കൂടെ ചെയ്യും. 21 കൂട്ടം ഗ്രൂപ്പ് ആൾക്കാരുണ്ട് ഇവിടെ. ഇവരാണ് നമ്മുടെ ഈ ലോകം ഭരിക്കുന്നത്. അതുകൊണ്ട് ലോകം ഗുണമില്ലായിരിക്കുന്നത്. ലോകം ഭരിക്കുന്ന വിശുദ്ധന്മാരല്ല, രാജ്യങ്ങൾ ഭരിക്കുന്ന വിശുദ്ധന്മാരല്ല. ചിലർ പറയുന്നത് ട്രംപ് വലിയ വിശുദ്ധനാണെന്നൊന്നും നമ്മളാരും കരുതണ്ട. അദ്ദേഹത്തെക്കുറിച്ച് വളരെ അപഖ്യാതികളാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ളവർ തന്നെ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹവും സ്വത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നു, ബൈബിളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറയുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. ബൈബിൾ ഉയർത്തിപ്പിടിച്ചാൽ എന്താണ് സ്വർഗത്ത് പോകും ആൾക്കാർ? ബൈബിൾ ഉയർത്തിപ്പിടിച്ചാൽ എന്തായാലും ക്രിസ്ത്യാനിയാവുമോ? അതൊക്കെ ജനത്തിൻ്റെ മുൻപിലുള്ളൊരു കാപട്യമാണെന്ന് മാത്രമേ ഉള്ളൂ. ബൈബിൾ അനുസരിച്ച് ജീവിക്കണം. അദ്ദേഹം ഒരു ചൂതാട്ടക്കാരനും ഒരു വലിയ കോടീശ്വരനുമാണ്. അധികൃതമായി സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനാണ്. അയാളെങ്ങനെ ദൈവവൈതലാകുന്നത്? ഇവിടെ ചില പ്രിയപ്പെട്ടവരൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ വാനോളം പൂഴ്ത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ പൂഴ്ത്തിക്കൊണ്ടിരുന്നോട്ടെ. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കും. അപ്പോഴത്തേക്കും നമ്മൾ വൈകി പോകുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലോകം ഭരിക്കുന്നത് ആരാ? സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, നന്ദി കെട്ടവർ, അശുദ്ധന്മാർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രന്മാർ, ഉഗ്രന്മാർ, സൽഗുണദോഷികൾ, ദ്രോഹികൾ, ദാഷ്ട്യക്കാർ, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി നടക്കുന്ന മനുഷ്യരാണ് ഈ ലോകം ഭരിക്കുന്നത്. അവരാണ് അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് ഇവിടെ പൗലോസ് പറയുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായിട്ട് നമ്മൾ ജീവിക്കണമെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ. സ്തോത്രം. അപ്പൊ ഇന്ന് കാണുന്ന ഈ അന്ത്യകാലത്ത് കാണുന്ന ലോകത്തിലെ മനുഷ്യരുടെ ഒരു മനോഹരമായ ചിത്രമാണ് 2 തീമോഥെയോസ് 3:1 മുതൽ 5 വരെയുള്ളത്. അതിൽ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ. അത് പുതിയ നിയമസഭയിലെ അല്ലെങ്കിൽ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വാക്യം കൂടിയാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഭക്തന്മാരില്ല, വേഷത്തിൽ ഭക്തി. നല്ല വെള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാ. എനിക്കും വളരെ ഇഷ്ടമാണ് വെള്ള വസ്ത്രം ധരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഭക്തനാണെന്നൊന്നും ആരും ചിന്തിക്കരുത്. ഇവിടെ പറയുന്ന പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കുക, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭക്തിയുടെ വേഷം ധരിച്ചാൽ മാത്രം പോരാ,
അതിൻ്റെ ശക്തി കൂടി നമുക്കുണ്ടാകണം. ഒരു ഭക്തന്റെ യഥാർത്ഥ ശക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലെത്രയാകുന്നു എന്ന് പറഞ്ഞാൽ വചനം വേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. വചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ക്രിസ്തുജീവിതം നയിക്കേണ്ടത്. അപ്പോൾ തന്നെ വലിയ ആത്മശക്തിയുള്ളവരായിരിക്കണം നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടാൽ മാത്രമേ സാത്താൻ്റെ പ്രലോഭനങ്ങളെ നമുക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. മഹാശക്തി. ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല വരേണ്ടതിന് നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിൽ എത്രയേ ഉള്ളത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആത്മശക്തി എപ്പോഴും അവർക്കുണ്ടാകണം. രണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ട് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ ആരും സ്വത്രം ചിന്തിക്കരുത്. പിശാച് എടുത്ത് സിക്സർ അടിക്കും. മനസ്സിലായോ? അന്യഭാഷ പറഞ്ഞാൽ മാത്രം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വേണമെന്ന് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ലക്ഷണമാണ്. അങ്ങനെ പ്രാപിച്ചവൻ കുത്തിയിരുന്ന് ആത്മശക്തി ആർജിച്ചുകൊണ്ടിരിക്കണം. ഈ സത്യം അവർക്ക് പലർക്കും അറിയത്തില്ല. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ച് ശക്തി ആർജിച്ച് നല്ല ഡിനാമിക് പവറുള്ള ഒരു 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 ബാറ്ററി പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ സ്വത്രം ജനറേറ്റർ പോലെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ തീരണം. അങ്ങനെയായി ശിഷ്യന്മാരൊക്കെ തീർന്നു. അവർക്കൊന്നും ഭൗതികമൊന്നുമില്ല. തിന്നാനും കുടിക്കാനും ഉടുക്കാനും, നമ്മളെപ്പോലെ ഉടുക്കാനും നമ്മളെപ്പോലെ കുടിക്കാനും നമ്മളെപ്പോലെ തിന്നാനും നമ്മളെപ്പോലെ കിടക്കാനും നമ്മളെപ്പോലെ യാത്ര ചെയ്യാനൊന്നും യാതൊരു സൗകര്യവും അവർക്കുണ്ടായില്ല. നമുക്കിപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. പക്ഷേ ശക്തിയുടെ വിഷയത്തിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ട് കിടക്കും. അതുകൊണ്ട് ഭക്തിയുടെ വേഷം ധരിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിച്ച് നമ്മൾ ദൈവമക്കളായി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 6-ാം വാക്യത്തിലേക്ക് വരുന്നു. വീടുകളിൽ നൂണ് കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങളാൽ അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങൾ. അപ്പൊ ഈ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം എന്താ? എത്ര പഠിച്ചാലും പരിജ്ഞാനം പ്രാപിക്കത്തില്ല. അപ്പൊ അക്കൂട്ടത്തിൽ മറിയെ അതിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക. മാർത്ത വരതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനങ്കലങ്ങിയിരുന്നപ്പോൾ മറിയ എന്ത് ചെയ്തു? പാദപീഠത്തിലിരുന്ന് ദൈവവചനം കേട്ട് പഠിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് കർത്താവ് അവളെ ശ്ലാഘിച്ചു പറയുന്നു, അല്ലേ? പ്രശംസിച്ചു പറയുന്നു. മാർത്തയെ നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടും മനം കലങ്ങിയിരിക്കും, വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കും. ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് ഈ നല്ല അംശം? ലോകത്തിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് തിരഞ്ഞെടുക്കാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ: ദൈവവചനം. കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതെന്ന് ദൈവവചനം പറയുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഊതിക്കഴിച്ച പൊന്നിനേക്കാളും തേൻകട്ടയേക്കാളും അമൂല്യമായതാണ്, വിലയുള്ളതാണ്. ഈ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സ്വർണവും പൊള്ളിയും വെള്ളിയും പൊന്നും ഒന്നും അല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിന് പറയുന്ന ജീവനും ചൈതന്യമുള്ള ദൈവവചനം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യവഞ്ചികളെയും വേർപിടിക്കുന്നത്, തുളച്ചു നില്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവനകളെയും വിവേചിക്കുന്നതുമാകുന്നു. ഈ വചനമാണ് ഏതൊരു ക്രൂരനെയും ഒരു 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 എന്താ പറയുക ഒരു മൃഗസമാനമായ മനുഷ്യനെ മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുന്നത് ദൈവവചനമാണ്. ഇതാ കേരളത്തിൽ മദ്യം ഒഴുകിക്കൊണ്ടിരിക്കുക. മദ്യമല്ല, MDMA ഒഴുകിക്കൊണ്ടിരിക്കുക. പ്രോഡക്ട്സ്, മാൻഡ്രോക്സ്, പ്രോഡോൺ, പിന്നെ അങ്ങനെ കുറേ ഈ ലഹരി മരുന്നുകളുണ്ട്. ഇതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുക കേരളത്തിൽ. നിയമപാലകന്മാര് ഇത് കണ്ട് അന്താളിച്ച് നിൽക്കുക. അവരിലും നല്ലൊരു ശതമാനം ഇത് ചാപ്പിടുന്നവരുമാണ്. അതാണ് അതിലും രസം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ക്രിമിനൽസായിട്ട് 20% ഉണ്ടെന്ന് ഒരു കൂട്ടർ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞ് 30. അപ്പോൾ വേറൊരാൾ അപ്പുറത്ത് പറഞ്ഞു 30 സാറേ 40 ഉണ്ട്. അപ്പോൾ വേറെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു 40 സാറേ 50 ഉണ്ട്. നല്ലൊരു ശതമാനം ക്രിമിനൽസും അവരിലുണ്ട്. അവരും മനുഷ്യരല്ലേ?
അവർ മദ്യപിക്കുന്നവരല്ലേ? മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്ന എത്ര പോലീസുകാരുണ്ട്, എത്ര സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്, എത്ര നിയമപാലകന്മാരുണ്ട്. അപ്പം അതുകൊണ്ട് ലോകം മുഴുവൻ നശിച്ച് നശിച്ച് നാമാവിശേഷമായിക്കൊണ്ടിരിക്കും. UP സ്കൂള്, പിന്നെ വിദ്യാർത്ഥികളുടെ സ്വത്രം, എല്ലാ ആത്മീയ സ്വത്രം വിദ്യാഭ്യാസ പഠനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. അവരെല്ലാം മദ്യലഹരിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നാണ് സാറന്മാർ പറയുന്നത്. ഞങ്ങളുടെ സ്കൂളിലെ ഒരു ഹൈസ്കൂളിലെ കുട്ടികളെ കുറിച്ചൊരു ടീച്ചർ പറഞ്ഞ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നശിച്ചു പോയി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുപോലെ അവർ തെറ്റിപ്പോയി, ഇനി മാതാപിതാക്കൾ അതിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് അവർ പറയാനിടയായിത്തീരും. അതെന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഇത് വക്രതയും കോട്ടമുള്ള തലമുറ. ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ദൈവമക്കളായി തീരുന്നില്ലെങ്കിൽ അവരെ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഹാമാസിലും ഹിസ്ബുള്ളിലൊക്കെ ആയിരിക്കും അവരെ പിന്നെ കാണാൻ പറ്റും. ദൈവമക്കളെ, ഞാനിത് വെറുതെ പറയുകയല്ല. നന്നായി അവരെ ദൈവഭയത്തിൽ വളർത്തിയെടുത്തില്ലെങ്കിൽ അവരെ തെറ്റിച്ച് കളയുന്ന ഒരു പൈശാചിക വ്യാപാരമാണ് ഈ ലോകത്തിലുള്ളത്. വെളിപ്പാട് പുസ്തകം 12:12 എന്ന് പറഞ്ഞ് വായിച്ചേ. വെളിപ്പാട് പുസ്തകം 9, 12:9, 12:12. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും. അത് അടുത്ത ഇനി അടുത്ത് 12. ആനന്ദിപ്പി. അടുത്ത പിശാച് തനിക്ക് അല്പമേ കാലമേ ഉള്ളൂ എന്ന് കരുതി മഹാക്രോധത്തോടുകൂടെ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്നു. മതി മതി. പിശാചിനറിയാം അവന്റെ കാലം തീരാൻ പോവാൻ. പെന്തക്കോസ്തുകാർക്ക് അറിയത്തില്ല, കർത്താവ് ഓരോ എപ്പോഴാണെന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഒരു 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 കണക്കൂട്ടലും ഇല്ല അവർക്ക്. എന്നാൽ പിശാചിനറിയാം അവന്റെ സമയം തീരാൻ പോകുന്നു. കർത്താവ് വന്ന് സഭയെ ചേർത്താൽ അവനെ 1000 ആണ്ടത്തേക്ക് ബന്ധിച്ച് അഗാധ കോപത്തിൽ തള്ളിക്കളയുകയും അതിനുശേഷമായി ഒരു ബ്രാക്കറ്റ് പീരീഡ് കൊടുത്തിട്ട് പിന്നീട് അവനെ സാത്താനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന തീപ്പുകളിലേക്ക് തള്ളിക്കളയാൻ ദൈവം കർമ്മ പദ്ധതി രൂപപ്പെടുത്തി എടുത്തു എന്നുള്ളത് പിശാചിനറിയാം. എന്നാൽ കർത്താവിൻ്റെ വരവായെന്നും പിശാചിൻ്റെ ഈ പ്രവൃത്തികൾ ഈ നിലയിലാണെന്നും ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് അറിയത്തില്ല. പിന്നെ അവർക്ക് എന്തറിയാവുന്ന ഞാൻ ചോദിക്കുന്നത്? എന്താ അറിയാവുന്നത്? അവർക്കറിയാം, ലോകത്തെക്കുറിച്ച് അറിയാം, ലോകത്തിൻ്റെ ജ്ഞാനം അറിയാം, ലോകത്തിലെ പല പല കാര്യങ്ങളും അറിയാം. ഒരു ഭാഷ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അറിവ് മുഴുവൻ കുടഞ്ഞിടുകയല്ലേ. സ്വത്രം. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, ദൈവവചനം നന്നായി വായിച്ചു പഠിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു.